നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം പഠിക്കാൻ ഭയങ്കര മോട്ടിവേഷൻ വരുന്നു, ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടോ നിങ്ങൾക്ക് ഞാൻ പഠിക്കാൻ പോവാണ്, ഞാൻ ഇനിമേൽ നന്നായിട്ട് പഠിക്കും, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിക്കാനുള്ള തീരുമാനം മാത്രമല്ല, നിങ്ങളൊരു അടിപൊളി ടൈം ടേബിളൊക്കെ ഉണ്ടാക്കുന്നു, ഒന്നെങ്കിൽ ഒരു ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു നല്ല നോട്ട്ബുക്കിലെ ഫ്രഷ് പേജൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ദിവസം എന്ത് ചെയ്യുന്ന ടൈം ടേബിളൊക്കെ ഉണ്ടാക്കുന്നു. ഇൻഫാക്ട് നിങ്ങൾ അത് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു വലിയൊരു ത്രില്ലാണ് അല്ലേ? ഒരു പുതിയ നമ്മുടെ സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ത്രില്ലാണ്. പക്ഷേ ഇതിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം അല്ലെ 1-2 ആഴ്ച, ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ബോറടിക്കാൻ തുടങ്ങുന്നു. ആ സിസ്റ്റത്തിൽ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നില്ല. മെല്ലെ മെല്ലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ഇങ്ങനെ മാറി ആ ട്രാക്കിൽ നിന്ന് വിട്ട് പോകുന്നു. നിങ്ങൾ പഠനത്തിനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ല. അങ്ങനെ അവസാനം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ സിസ്റ്റവും കാര്യങ്ങളും അല്ലെങ്കിൽ ടൈം ടേബിളും പരിപാടിയൊന്നും എനിക്ക് വർക്ക് ആവില്ല എന്ന് തീരുമാനിക്കുന്നു. നിങ്ങളൊരു ഉഴപ്പൻ മെൻറ്റാലിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് യെസ് സാർ എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മക്കളെ, നിങ്ങളിത് ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിത് നിരന്തരം ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, നിരന്തരം ഫേസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് എൻ്റെ വർക്കിൽ. അല്ലെ, നിങ്ങൾ പഠിപ്പിക്കുന്ന വർക്കിലോ അല്ലാത്ത വർക്കിലൊക്കെ ഞാനും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ്? അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് പ്രശ്നം മനസ്സിലാക്കാം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മോട്ടിവേഷൻ ഇല്ലാത്തല്ല പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ ഇങ്ങനെ വരും. മോട്ടിവേഷൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പുതിയ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കും, ഇങ്ങനെ പഠിക്കണം പ്ലാൻ ഉണ്ടാക്കും, ഇതൊക്കെ ഉണ്ടാക്കും, എല്ലാം ചെയ്യും. പക്ഷെ ആ പ്ലാൻ നമുക്ക് കുറേ നാൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും. ഇതാണ് പ്രശ്നം. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടോ? മക്കളെ, ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ, സാർ എൻ്റെ സിസ്റ്റം പോരാത്തതുകൊണ്ടാണ്, ഞാൻ ഉപയോഗിക്കുന്ന ടൈം ടേബിളിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ ഇത് പോരാ, വേറെ എന്തെങ്കിലും അടിപൊളി സിസ്റ്റം ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതുപയോഗിച്ചാൽ എൻ്റെ എല്ലാ ജീവിതത്തിലെ പ്രശ്നം, പഠന റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും അല്ലേ? എനിക്കും അത് വന്നിട്ടുണ്ട്. ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അതായത് ഒരു പെർഫെക്റ്റ് സിസ്റ്റം, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു പെർഫെക്റ്റ് സിസ്റ്റം അത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എൻ്റെ എല്ലാ മോട്ടിവേഷൻ പ്രശ്നങ്ങളും എൻ്റെ പഠന റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, ദി സാഡ് ന്യൂസ് ആൻഡ് ഹാപ്പി ന്യൂസ്. എന്തുകൊണ്ട് ഹാപ്പി എന്ന് ഞാൻ പറഞ്ഞുതരാം. സാഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെയാണ് പിന്നെ എന്താണ് സാർ സൊല്യൂഷൻ? അങ്ങനെ ഒരു പെർഫെക്റ്റ് സിസ്റ്റം ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ സ്കൂളിൽ മാത്രമല്ല ഇനി കോളേജിലും അതിനുശേഷം ഒക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ലൈഫിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യും. മക്കളെ, വളരെ സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ഉപയോഗിച്ച മാത്രമല്ല, പലരുടെയും ലൈഫിൽ, പ്രത്യേകിച്ച് ഏറ്റവും നന്നായിട്ട് അക്കാഡമിക്കലി ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന കണ്ടതാണ് ഞാൻ. അപ്പോൾ അവരുടെയും കൂടെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് ആരാണ് ഇത് ഉപയോഗിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കളെ, 2 കൂട്ടം ആൾക്കാരിലാണ് ഞാൻ ഈ ഒരു സംഭവം വർക്ക് ചെയ്ത് കണ്ടത്. ഒന്ന്, നമ്മുടെ +1 +2 പഠിച്ച് നല്ല മാർക്ക്, ഫുൾ മാർക്കും അതുപോലെ 95% ഒക്കെ മുകളിൽ മാർക്ക് വാങ്ങിച്ച കുട്ടികൾ. അവരിൽ എല്ലാ കുട്ടികളിലും നല്ല, ചില കുട്ടികൾ മാത്രമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ IIM പഠിച്ചത്, IIM കോഴിക്കോടിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഏറ്റവും ബെസ്റ്റ് അക്കാഡമിക്കലി ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ പല IITians ഉണ്ടായിരുന്നു, എയിംസിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറേ അങ്ങനത്തെ ഒരു വലിയൊരു പഠിപ്പിസ്റ്റ് കൊഹോട്ടിലൂടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവരെന്താണ് യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയാൻ പോകുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ അടിപൊളിയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരിൽ ഫസ്റ്റ് കണ്ട ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എക്സ്ട്രീംലി ഡിസിപ്ലിൻഡോ അല്ലെ ഭയങ്കര ടൈമൊക്കെ ഇങ്ങനെ ഫുൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് ഹോംവർക്ക് അല്ല ടൈം ടേബിൾ പ്രകാരം 100% ഫോളോ ചെയ്യുന്ന ആൾക്കാരാണോ? അല്ല. ടൈം ടേബിൾ ഉണ്ടോ? ടൈം ടേബിൾ ഉണ്ട്, അങ്ങനെ ബേസിക് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിങ്ങനെ ഭയങ്കര അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരല്ല. അപ്പോൾ പിന്നെ എന്താണ് സാർ അവരുടെ സൊല്യൂഷൻ? മക്കളെ, അവരുടെ പ്രശ്നവും ഇത് തന്നെയാണ്. അത് അവരും എന്ത് ചെയ്തു, ഒരു അടിപൊളി പ്ലാനൊക്കെ ഉണ്ടാക്കും, ഭയങ്കര രസമായിരിക്കും, അത് വീണ്ടും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവരപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അതിനെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കില്ല. എൻ്റെ സിസ്റ്റം ശരിയല്ല, അല്ല ഞാൻ ശരിയല്ല, അല്ല എനിക്ക് മോട്ടിവേഷൻ ഇല്ല, എനിക്ക് മോട്ടിവേഷൻ വേണം എന്ന് പറയുന്നതിന് പകരം അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ അടുത്ത പരിപാടി തുടങ്ങും. അതായത് ഒരു സിസ്റ്റം വർക്ക് ചെയ്തില്ല, അടുത്ത സിസ്റ്റം അവരെന്ത് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് ബേസിക്കലി നിങ്ങൾ ഒരു ടൈം ടേബിൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് കുറച്ച് നാൾ അങ്ങനെ ഓടിക്കും. പക്ഷെ അത് പിന്നെ ബോറടിച്ച് തുടങ്ങി അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും സിസ്റ്റം തുടങ്ങുക. നിങ്ങൾ എല്ലാ ആപ്പ് എടുത്തിട്ട് ആ ആപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉള്ള ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റെഡിയാക്കുക. അതേപോലെ തന്നെ അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടിയാവും അല്ലേ? ഒരു എക്സ്ട്രാ എക്സൈറ്റ്മെൻ്റ് ആണ് പുതിയ എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ. കാര്യം പഠനം തന്നെ ആയിരിക്കും, പക്ഷേ എന്തെങ്കിലും പുതിയ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ രസമായിരിക്കുമല്ലോ. അല്ലെ പുതിയ എന്തെങ്കിലും സ്ഥലം ഒന്ന് മാറ്റി പിടിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരൊന്ന് മാറ്റി പിടിക്കും. ഈ മാറ്റി പിടിക്കുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്?
ഇത് ഇനി പുതിയ സ്ട്രാറ്റജിയാണ് ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയൊന്നും അവർ വിചാരിക്കുന്നില്ല. അവർക്ക് അപ്പോഴും അറിയാം ഇതും കുറച്ച് കഴിയുമ്പോൾ എടുക്കും, അപ്പോൾ വേറെ അടുത്ത പരിപാടി തുടങ്ങാം. അപ്പം ഇതിൽ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ പെർഫെക്റ്റ് സ്ട്രാറ്റജി. നിങ്ങളുടെ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും സെറ്റാക്കാൻ വേണ്ടിയുള്ള ഒരു പെർഫെക്റ്റ് ടൈം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ പെർഫെക്റ്റ് ഇല്ല. അപ്പോൾ അതിനെ തേടി അല്ല അതിനെ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. റാദർ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഓരോ സ്ട്രാറ്റജിയും ഓരോ പ്ലാനും നിങ്ങൾ ഉണ്ടാക്കും, നിങ്ങളത് മടുക്കും, അടുത്ത പ്ലാൻ ഉണ്ടാക്കാൻ മടുക്കും. ഇതൊരു എൻലെസ് സൈക്കിളാണ്. ആ സൈക്കിൾ നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കാൻ റെഡിയാണെങ്കിൽ, അതിൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി, അതിൻ്റെ ഇംപെർഫെക്ഷനിസം അല്ലേ, പെർഫെക്റ്റ് അല്ല അപ്പോൾ ഇംപെർഫെക്റ്റ് ആണ്, അത് മനസ്സിലാക്കി അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ റെഡിയാണെങ്കിൽ, അതിലെ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ റെഡിയാണെങ്കിൽ, ആ അപ്സ് എല്ലാം കൂടെ അവസാനം എന്താണ് ആഡപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യം, അത് പരീക്ഷയിൽ മാർക്ക് ആണെങ്കിൽ അത്, ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കരിയറിൽ സക്സസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. അതല്ലാതെ കറക്റ്റ് ഒരു പ്ലാനിങ് കിട്ടിയ പിന്നെ വെച്ചടി കയറ്റമായിരിക്കും എൻ്റെ ജേണി എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ജേണി എങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ എന്ത് പ്ലാൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ ജേണി കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഈ പഠനത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അപ്ലിക്കബിൾ ആണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് മൊത്തം ഗ്രാഫ് മുകളിലേക്കായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രാക്ടിക്കലി പ്രശ്നം വരെ എന്താണ്, നിങ്ങളൊരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തു, പഠിച്ച് മടുക്കുന്നു, നിങ്ങൾ വിചാരിക്കുന്നു ഇത് വർക്ക് ചെയ്യില്ല, അല്ല എന്നെ കൊണ്ട് ഇത് പറ്റില്ല. അപ്പം നിങ്ങളിൽ പലരും ഗിവ് അപ്പ് ചെയ്യും. സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുക, അവർ ശരിക്കും ഓക്കെ ആ പ്ലാൻ വർക്ക് ചെയ്യുന്നില്ല, അടുത്ത പ്ലാൻ തുടങ്ങുക, അടുത്ത ടൈം ടേബിൾ കൊടുക്കുക, അടുത്ത എന്താണ് സ്റ്റഡി ചാലഞ്ച് തുടങ്ങുക, അത്രേ ഉള്ള സംഭവം. അപ്പോൾ വീണ്ടും തുടങ്ങുന്നു, അപ്പോൾ വീണ്ടും അത് രസമായിരിക്കും കുറച്ച്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓവറോൾ ജേണി മുകളിലേക്ക് തന്നെയാണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അത് നിങ്ങൾ ചേസ് ചെയ്യാനും ട്രൈ ചെയ്യണ്ട. കാരണം ഏറ്റവും സ്മാർട്ടസ്റ്റ് ഓഫ് ദി സ്മാർട്ടസ്റ്റ് ആൾക്കാർക്ക് പോലും ആ സ്ട്രെയിറ്റ് ലൈൻ കിട്ടാറില്ല. അപ്പോൾ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി നിങ്ങൾ ഇനി അങ്ങോട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ മക്കളെ നിങ്ങളുടെ കാര്യം സോർട്ടഡ് ആണ്. അത് പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ നിങ്ങളുടെ കാര്യം സോർട്ടഡ് ആണ്. അപ്പോൾ ഈ മോട്ടിവേഷനെ ചേസ് ചെയ്യുക, മോട്ടിവേഷൻ ഇല്ല എന്ന് പറയുക, കാരണം മോട്ടിവേഷൻ ഇല്ലാതെ ആവും, അത് റിയാലിറ്റിയാണ്. പുതിയ പ്ലാൻ ഉണ്ടാക്കി പരിപാടി തുടങ്ങും. അല്ലാണ്ട് മോട്ടിവേഷൻ എനിക്ക് വേണം എന്നാലേ ഞാൻ പഠിക്കുള്ളൂ എന്നിട്ട് നിങ്ങൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇപ്പം ഇങ്ങനെ മോട്ടിവേഷനൊക്കെ ഞാൻ വീഡിയോ ഇട്ട് തരും, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ കണ്ട് ചെയ്യും. എത്ര നാൾ നിങ്ങളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടാവും. നിങ്ങൾ കോളേജിൽ പോയാലും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാർ. നിങ്ങൾ ജോലിക്ക് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ മോട്ടിവേറ്റ്, അതൊന്നും ആരും നോബഡി കെയർസ് അല്ലേ. നോബഡി കെയർസ് എന്ന് പറഞ്ഞാൽ മോശ രീതിയിൽ അല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ പണി എടുക്കുന്നുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ മാർക്കിന് വേണ്ടിയിട്ടും നിങ്ങളുടെ കരിയറിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ആരും വേറെ ആരും നോക്കാണ്ടാവില്ല. അത് നിങ്ങൾ തന്നെ നോക്കണം. അപ്പോൾ ആ ഒരു പരിപാടി വിട്ടിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള ആരും നിങ്ങൾ ചിന്തിക്കുക. അതിന് പെർഫെക്റ്റ് സൊല്യൂഷൻ ഇല്ല എന്നുള്ള ആരും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾ റെഡിയാണ് മക്കളെ. നിങ്ങളുടെ കാര്യം സോർട്ടഡ് ആണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ തീർച്ചയായും നിങ്ങളൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണ്, അവർക്കും എന്ത് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്യുക. അത്ര മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.